പാർട്ടിക്കിൾ ഫിസിക്സിന്റെ വിസ്മയകരമായ ലോകത്ത് ന്യൂട്രിനോകൾ ഏറ്റവും നിഗൂഢമായ അംഗങ്ങളായിരിക്കാം. അവ മറ്റ് ദ്രവ്യങ്ങളുമായി വളരെ അപൂർവമായി മാത്രമേ പ്രതിപ്രവർത്തിക്കുകയുള്ളൂ, ഭാരമേതാണ്ടില്ല, വൈദ്യുത ചാർജുമില്ല. ഈ സ്വഭാവവിശേഷതകൾ കാരണം ന്യൂട്രിനോകളെ പഠിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. അവയെ കണ്ടെത്താൻ പോലും ആഴത്തിലുള്ള ഗുഹകളിലോ കട്ടിയുള്ള അന്റാർട്ടിക് മഞ്ഞിലോ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലോ പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമാണ്. പ്രമുഖ ന്യൂട്രിനോ ഡിറ്റക്ടറുകളിലൊന്നാണ് KM3 നെറ്റ്, അതായത് ക്യൂബിക് കിലോമീറ്റർ ന്യൂട്രിനോ ടെലിസ്കോപ്പ്. ഇത് മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നു. 2023 ഫെബ്രുവരിയിൽ KM3 നെറ്റ് ഇതുവരെ നിരീക്ഷിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഊർജ്ജസ്വലമായ ന്യൂട്രിനോയെ കണ്ടെത്തി. അതിനെ KM3-230,213A എന്ന് വിളിക്കുന്നു. ഇതിന്റെ ഊർജ്ജം അവിശ്വസനീയമാംവിധം ഉയർന്നതാണ്. ഇതിന്റെ കണക്കാക്കിയ ഊർജ്ജം 220 PeV ആണ്, അതായത് 220 ദശലക്ഷം ബില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇത് അവിശ്വസനീയമായ അളവാണ്. ഇത് കണ്ടെത്തിയതു മുതൽ ഭൗതികശാസ്ത്രജ്ഞർ ഇതിന്റെ ഉറവിടം നിർണ്ണയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ഊർജ്ജമുള്ള പ്രപഞ്ചത്തിൽ നിന്നാണ് ന്യൂട്രിനോകൾ വരുന്നത്. ഇത് കാറ്റാക്ലിസ്മിക് സൂപ്പർനോവകൾ, ഗാമാറേ ബേസ്റ്റുകൾ, കിലോനോവകൾ, മറ്റ് അത്യധികം ഊർജ്ജസ്വലമായ സംഭവങ്ങൾ എന്നിവയുടെ മേഖലയാണ്. ഈ കണികകൾക്ക് അത്രയും ഉയർന്ന ഊർജ്ജം നൽകാൻ അവയ്ക്കു മാത്രമേ കഴിയൂ. ന്യൂട്രിനോകളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അവയുടെ ഉറവിടം നിർണ്ണയിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ന്യൂട്രിനോ ഡിറ്റക്ടറുകൾ യഥാർത്ഥത്തിൽ ന്യൂട്രിനോകളെ നേരിട്ട് കണ്ടെത്തുകയില്ല. പകരം ന്യൂട്രിനോ മറ്റ് ദ്രവ്യങ്ങളുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്വിതീയ കണികകളോ ചെരൻഗോ വികിരണമോ ആണ് അവ കണ്ടെത്തുന്നത്. KM3-230,213A കാര്യത്തിൽ ഒരു മ്യൂയോണാണ് കണ്ടെത്തിയത്. ഉയർന്ന ഊർജ്ജമുള്ള ഈ സംഭവം സംബന്ധിച്ച് വിശദമായ ഗവേഷണത്തിന് ശേഷം KM3 നെറ്റുമായി ബന്ധപ്പെട്ട ഗവേഷകർ അവരുടെ ഫലങ്ങൾ നേച്ചർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ഗവേഷണത്തിന് ഒബ്സർവേഷൻ ഓഫ് ആൻ അൾട്രാ ഹൈ എനർജി കോസ്മിക് ന്യൂട്രിനോ വിത്ത് KM3 നെറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. KM3 നെറ്റ് കൊളാബറേഷനാണ് രചയിതാവ്. ഗവേഷകർക്ക് ഈ ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോയുടെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഗാലക്റ്റിക്, ലോക്കൽ യൂണിവേഴ്സ്, ട്രാൻസിയന്റ്, എക്സ്ട്രാ ഗാലക്റ്റിക് എന്നിങ്ങനെ 4 തരം സാധ്യതകൾ അവർ വെളിപ്പെടുത്തി. KM3-230,213A ന്റെ ഊർജ്ജം ഇതുവരെയുള്ള മറ്റെല്ലാ കണ്ടെത്തലുകളെക്കാളും വളരെ വലുതാണെന്ന് ഗവേഷകർ ഓർമ്മിപ്പിക്കുന്നു.